എഴീച്ചുപോടെ ബോറടിച്ച് സഖാക്കൾ പോയി. CPIMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ് തെരഞ്ഞെടുപ്പ് അവലോകനവുമായി ബന്ധപ്പെട്ടോ മറ്റേത് വിഷയങ്ങളിലോ ചർച്ച ചെയ്യുക എന്നത്. ചർച്ച ചെയ്യുക എന്ന് മാത്രമല്ല, ചർച്ചയ്ക്ക് പുറത്ത് ചർച്ച, അതിന്മേൽ ചർച്ച, അതിൽ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് വന്നാൽ അതിന്മേൽ തിരുത്ത്. ഇങ്ങനെയാണ് CPIMന്റെ ഒരു സംവിധാനം. ഒരു ഉദാഹരണം പറയാം. ഒരു പഞ്ചായത്തിൽ CPIM തോറ്റു എന്നിരിക്കട്ടെ, ഉടനെ വരും ജില്ലാ കമ്മിറ്റിയുടെ ചോദ്യം. ജില്ലാ കമ്മിറ്റി ചോദിക്കുന്നത് ഏരിയ കമ്മിറ്റിയോടാണ് വിശദീകരണം ചോദിക്കുന്നത്. ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റിയോട് വിശദീകരണം ചോദിക്കും. ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റിയോട് വിശദീകരണം ചോദിക്കും. അങ്ങനെ ബ്രാഞ്ച് കൂടും. ബ്രാഞ്ച് കൂടി പരിശോധിച്ചിട്ടൊരു റിപ്പോർട്ട് ലോക്കൽ കമ്മിറ്റിക്ക് കൊടുക്കും. ആ റിപ്പോർട്ട് വീണ്ടും തിരുത്തണമെങ്കിൽ തിരുത്തി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ലോക്കൽ കമ്മിറ്റി ആ റിപ്പോർട്ട് വീണ്ടും മടക്കും. വീണ്ടും അതിൽ തിരുത്തൽ വരുത്തി വീണ്ടും ബ്രാഞ്ച് കമ്മിറ്റി കൂടി അത് തിരുത്തി ലോക്കൽ കമ്മിറ്റിക്ക് കൊടുക്കും. ലോക്കൽ കമ്മിറ്റി അത് ഏരിയ കമ്മിറ്റിക്ക് കൊടുക്കും. ആ ഏരിയ കമ്മിറ്റി റിപ്പോർട്ടിൽ അവിടെ തിരുത്തലുണ്ടെങ്കിൽ വീണ്ടും അത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റിക്ക് വീണ്ടും ഇത് റിപ്പോർട്ട് കൊടുക്കും. പിന്നീട് ആ തിരുത്തൽ വരുത്തി ലോക്കൽ കമ്മിറ്റി കൂടി വീണ്ടും ഏരിയ കമ്മിറ്റി ഏൽപ്പിക്കും. ഏരിയ കമ്മിറ്റി പിന്നീട് അത് ജില്ലാ കമ്മിറ്റി ഏൽപ്പിക്കും. ജില്ലാ കമ്മിറ്റി അവിടെ തിരുത്തൽ ഉണ്ടെങ്കിൽ അത് വീണ്ടും ഏരിയ കമ്മിറ്റിയിലേക്ക് തിരിച്ചേൽപ്പിക്കും. വീണ്ടും അത് തിരുത്തൽ വരുത്തി ജില്ലാ കമ്മിറ്റിക്ക് ഏരിയ കമ്മിറ്റി കൊടുക്കും. അവിടെ തിരുത്തുണ്ടെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പോകും. അങ്ങനെ തിരുത്തോട് തിരുത്ത് ഇരുന്ന് വട്ടം കൂടിയിരുന്ന്, നേരത്തെ ആയിരുന്നെങ്കിൽ ഈ പരിപ്പൂടയും കട്ടൻ ചായയും ബീഡിയും ആയിരുന്നു. ഇപ്പോഴങ്ങനല്ലല്ലോ. ഇപ്പോൾ എല്ലാം AC സെറ്റപ്പായി. അപ്പോൾ അതുകൊണ്ട് വിശാലമായിരുന്ന് ചർച്ച ചെയ്ത് ഇങ്ങനെ പോവാണ് ഇവരുടെ സമയം. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഇതിൽ പെട്ടുകഴിഞ്ഞാൽ, ഒരു പാർട്ടി മെമ്പറായി കഴിഞ്ഞാൽ, ഒരു പാർട്ടിയുടെ ലീഡറായി കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയമാണ് ഈ പറയുന്ന ചർച്ചകൾക്കായി പോകുന്നത്. അങ്ങനെ ചർച്ചയോട് ചർച്ച. എപ്പോഴും ഒരു തോൽവി ഉണ്ടെങ്കിൽ ഏതെങ്കിലും സഖാക്കളോട് ചോദിച്ചാൽ പറയും, ഞങ്ങളത് ചർച്ച ചെയ്യും, ഞങ്ങളത് തിരുത്തൽ വരുത്തും, തിരുത്തിയിട്ട് മുന്നോട്ട് പോകും. ഇതാണ് സ്ഥിരം പല്ലവി. തിരുത്തൽ വരുത്തും, തിരുത്തിയതിനു ശേഷം എവിടൊക്കെയാണ് തിരുത്തൽ വരുത്തേണ്ടത് ആ തിരുത്തൽ വരുത്തിയതിനു ശേഷം ഞങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് വരും. ഇതാണ് ഏത് തോൽവിയും CPM സ്വീകരിക്കുന്ന നിലപാട്. എന്നിട്ട് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 2026 തകർന്നടിഞ്ഞല്ലോ പാർട്ടി. CPM എന്ന് പറയുന്നത് ആകെ ഉണ്ടായിരുന്ന തുരുത്താണ് കേരളത്തിൽ. ആ തുരുത്തിൽ CPIM തകർന്ന് അടിഞ്ഞുപോയി. അതുകൊണ്ട് ഇപ്പോൾ ചർച്ചയോട് ചർച്ചയാണ്. ചർച്ച ചെയ്ത് അവസാനം സംസ്ഥാന കമ്മിറ്റി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി. ആ റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റിക്ക് അയച്ചു. കേന്ദ്ര കമ്മിറ്റിക്ക് ആ റിപ്പോർട്ട് അങ്ങനെ ബോധിച്ചില്ല. കേന്ദ്ര കമ്മിറ്റി പറഞ്ഞു, ഇതിൽ 4 തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഉടൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടൂ, എന്നിട്ട് ഈ പറയുന്ന തിരുത്തലുകളിൽ വിശദീകരണം ആവശ്യപ്പെട്ടു കേന്ദ്ര കമ്മിറ്റി. അങ്ങനെ ആ റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറിയിലേക്ക് വന്നു. അവിടെ 2 ദിവസമാണെന്ന് ആലോചിച്ച് നോക്കണം. 2 ദിവസമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ഈ കേന്ദ്ര കമ്മിറ്റിയുടെ ഈ ഒരു റിപ്പോർട്ട് പഠിച്ച് അതിൽ വേണ്ട തിരുത്തലുകൾ വരുത്തേണ്ടത്. ഇനി എവിടെയെല്ലാമാണ് തിരുത്തേണ്ടത് എന്നാണ് കേന്ദ്ര കമ്മിറ്റി തിരിച്ചയച്ച റിപ്പോർട്ടിൽ പറയുന്നത്. 1, വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വർഗീയ പരാമർശത്തെ എന്തുകൊണ്ടാണ് CPM എതിർക്കാതിരുന്നത് എന്നുള്ളതാണ് ഇവിടെ വരുത്തേണ്ടത് തിരുത്തൽ. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച് അങ്ങോട്ട് കൊടുത്ത റിപ്പോർട്ട് ഇങ്ങോട്ട് വന്നതിന് ശേഷം 4 തിരുത്താണ്. അതിൽ ആദ്യത്തെ തിരുത്തെന്ന് പറയുന്നതാണ് ഈ വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളെ CPM എതിർത്തില്ല. 2, ആഗോള സംഗമത്തിൽ തെറ്റായ പ്രചരണമുണ്ടായി. അവിടെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് സഖാക്കൾക്ക് തെറ്റായ സന്ദേശമാണ് കൊടുത്തത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മറച്ചു വെക്കുന്നു. എന്താണ്? പിണറായി വിജയന്റെ കാറിലല്ലേ അന്ന് ആഗോള അയ്യപ്പ സംഗമത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്? അതിനെക്കുറിച്ച് കേന്ദ്ര കമ്മിറ്റി ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. കാരണം അഥവാ പറഞ്ഞാൽ ആരാണ് ഇത് ചോദിച്ചതെന്ന് വെച്ചാൽ അവരെ വിളിച്ചു വരുത്തി പിണറായി വിജയൻ ശാസിക്കും. മുന്നിൽ നിർത്തി വെച്ച് പിണറായി വിജയൻ ശാസിക്കും. കാരണം പിണറായി വിജയനാണ് പാർട്ടിയും ഭരണവും എല്ലാം. പാർട്ടി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ബ്രാഞ്ച് കമ്മിറ്റി പിണറായി വിജയനാണ്. ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സമിതി, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, കേന്ദ്ര കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ, ഇതെല്ലാം പിണറായി വിജയനാണ്. അതുകൊണ്ട് പിണറായി വിജയനെതിരെ ഒരക്ഷരവും ശബരിമലയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ ഈ തിരുത്തലിലില്ല. പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കൊണ്ടുവന്ന് തെറ്റായ സന്ദേശം നൽകിയെന്ന് പറയുന്നില്ല. മറിച്ച് UP ആദിത്യനാഥിന്റെ ഒരു സന്ദേശം വായിച്ചത് തെറ്റായ സന്ദേശം നൽകിയെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ തിരുത്തൽ റിപ്പോർട്ട് പറയുന്നത്. അത് തിരുത്തണമെന്നാണ് പറയുന്നത്. 3ാമത്തേത് എന്താണ്? തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ അവിടെ സ്ഥാനാർത്ഥിയായി നിർണയിച്ചതിൽ തെറ്റുപറ്റി. കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റി. അതാണ് തിരുത്തേണ്ടുന്ന 3ാമത്തെ കാര്യം. 4ാമത്തേത് PM ശ്രീ പദ്ധതിയിൽ
CPI അടക്കമുള്ള ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. ഈ 4 കാര്യങ്ങളിൽ 2 ദിവസം അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുക. ചർച്ച ചെയ്തതിന് ശേഷം ഈ 4 കാര്യങ്ങൾ എന്താണ് അത് തിരുത്താനുള്ളതെന്ന് വെച്ചാൽ തിരുത്തി അയക്കുക. സഖാക്കളല്ലേ, ബോറടിച്ചു മരിച്ചു. ഇതുവരെയുള്ള ചർച്ച ചെയ്ത് മതിയായിരിക്കുന്ന സഖാക്കളാണ്. അതിനിടയ്ക്കാണ് 2 ദിവസം കൂടാൻ പറഞ്ഞു. 2 ദിവസം ഒന്ന് ആലോചിച്ച് നോക്കുക. 2 ദിവസം ഈ പറയുന്ന 4 കാര്യങ്ങൾ തിരുത്താൻ വേണ്ടിയിട്ട് ചർച്ചയോട് ചർച്ച. സഖാക്കളൊക്കെ ഇത് മടുത്തു. കാലം മാറി. അവർക്ക് കുടുംബത്തോടു കൂടി സിനിമയ്ക്ക് പോകണം, അവർക്ക് കുടുംബത്തോടു കൂടി പുറത്തു പോയി ആഹാരം കഴിക്കണം. അല്ലാതെ ഇവിടെ ഇരുന്നിട്ട് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലെ അന്നുണ്ടായ തിരുത്തൽ വരുത്തുക, PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി തിരുത്തൽ വരുത്തുക, ഇതൊന്നും കേന്ദ്ര കമ്മിറ്റി അറിഞ്ഞില്ലേ അന്ന് എന്തുകൊണ്ട് ഇതിനൊന്നും ബോധം ഉണ്ടായില്ല? ഇപ്പോഴാണോ ബോധം വരുന്നത്? അതുകൊണ്ട് ഇവിടുത്തെ സംസ്ഥാനത്തെ സഖാക്കൾക്ക് മതിയായി. സഖാക്കൾ എന്ത് ചെയ്തു? ഈ റിപ്പോർട്ട് എടുത്തിട്ട് വന്ന ഒരു ടിക്ക് എടുത്തു കൊടുത്തു. ഇതെല്ലാം ശരിയാണ്, കേന്ദ്ര കമ്മിറ്റി പറഞ്ഞതെല്ലാം ശരിയാണ്, തിരുത്തി, ഓക്കെ, റെഡി, തിരിച്ചയച്ചു. ഇതൊക്കെ തിരുത്തി. എവിടൊക്കെയാണ് തിരുത്തേണ്ടത്? 4 എണ്ണം. ആ 4 എണ്ണം തിരുത്തി അയച്ചു കൊടുത്തിട്ട് എല്ലാവരും പൊടിയും തട്ടിപ്പോയി. അങ്ങനെ 2 ദിവസം കൂടേണ്ട സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഏതാണ്ട് 1-2 മണിക്കൂർ കൊണ്ട് കൂടി അവരവരുടെ പാട്ടിന് പോയി, എല്ലാവരും പിരിഞ്ഞു പോയി. അങ്ങനെ യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.